തേജുവിന്റെ ക്ലാസ്സിൽ പിന്നെ വേണു സാറായതുകൊണ്ട് പിള്ളേർക്ക് നല്ലപോലെ ബിറ്റടിക്കാൻ സാധിച്ചു. സാറ് കുറച്ച് വയസ്സായ ആളായതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഉറക്കം തൂങ്ങും. പിള്ളേർക്ക് അതേ ധാരാളം. അവർ പേപ്പറൊക്കെ മാറ്റിക്കൊടുത്ത് നല്ല അന്തസ്സായി കോപ്പി അടിച്ചു. ശരത്തിന് ഒന്നും ഒരു പിടിയും കിട്ടുന്നില്ല. അവൻ്റെ അടുത്തിരിക്കുന്നവരൊക്കെ പഠിപ്പികളും. അവരോട് ചോദിച്ചിട്ട് കാര്യമില്ലെന്നറിയാലോ. മാത്രമല്ല പേപ്പറൊക്കെ മറച്ചു പിടിച്ച് എഴുതുന്നു. അവസാനം ആരും കാണിച്ചു തരാനില്ലാതായപ്പോൾ അവൻ ഷർട്ടിനുള്ളിൽ ഒളിപ്പിച്ചു വെച്ച ബിറ്റെടുത്ത് അത് നോക്കി എഴുതാൻ തുടങ്ങി. കുറേയൊക്കെ അത് നോക്കി എഴുതി. പെട്ടെന്ന് അവനിരിക്കുന്ന ഡെസ്കിൽ വന്ന് ഡേവിഡ് ചെറുതായിട്ടൊന്ന് കൊട്ടിയപ്പോഴാണ് അവൻ തല ഉയർത്തി നോക്കിയത്. ഡേവിഡിനെ കണ്ടതും അവൻ്റെ ശ്വാസമൊക്കെ നിന്ന പോലെ തോന്നി. പോയി, എല്ലാം പോയി. സാർ ഇപ്പോൾ പ്രിൻസിയോട് പറയും 3 വർഷത്തേക്ക് ഡീബാർ ചെയ്യും. ഒറ്റ സെക്കൻഡിൽ തന്നെ അവനതൊക്കെ ആലോചിച്ചെടുത്തു. ഡേവിഡ് കൈകെട്ടി നിന്ന് അവനെ ദേഷ്യത്തോടെ നോക്കി. സർ, സോറി സർ, അവൻ പതുക്കെ പറഞ്ഞു. ഡേവിഡ് അപ്പോൾ തന്നെ അവൻ്റെ കയ്യിലുള്ള ബിറ്റ് പേപ്പറിനെ ചുരുട്ടി കൂട്ടിയെടുത്ത് അവൻ്റെ പാൻറ് പോക്കറ്റിലിട്ടുകൊണ്ട് ഒന്നും അറിയാത്ത പോലെ പോയി. അപ്പോഴാണ് ശരത്തിൻ്റെ ബാക്കിയുള്ള കിളികളും പോയത്. സാറിൻ്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെയൊരു നീക്കം അവൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ശരത്തിന് അപ്പോൾ തന്നെ സാറിനെ പോയി കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ കൊടുത്താലും തോന്നി. ഇതുപോലൊരു സാറോ അല്ലെങ്കിൽ ഒരു ടീച്ചറോ നമ്മുടെ എല്ലാവരുടെയും കലാലയ ജീവിതത്തിൽ ഉണ്ടാവുമല്ലോ. നമ്മൾ കോപ്പി എടുക്കുന്ന കണ്ടിട്ടും അത് മറ്റുള്ള ടീച്ചർമാരോട് പറഞ്ഞ് വലിയ പ്രശ്നമാക്കാതെ നമ്മളെ സംരക്ഷിച്ച നമ്മുടെ ചങ്ക് ഗുരു. ഈ വേളയിൽ ഞാൻ എൻ്റെ സാറെ ഓർക്കുന്നു. സാറന്ന് ഇങ്ങനെ രക്ഷിച്ചില്ലായിരുന്നെങ്കിൽ ഞാനിപ്പോൾ 3 വർഷം ഡീബറായി കിടന്നേനെ. അതിനുശേഷം ശരത്തിന് എവിടുന്ന് ഒരു ഉന്മേഷം കിട്ടിയപ്പോൾ തോന്നി. അവൻ മുമ്പെപ്പോഴോ പഠിച്ചതൊക്കെ ഓർത്തെടുത്ത് എഴുതാൻ തുടങ്ങി. പൂജ പിന്നെ ഡേവിഡിനെ അറിയാതെ പോലും ഒന്നും നോക്കിയതേയില്ല. പേപ്പർ വാങ്ങുമ്പോൾ പോലും തല താഴ്ത്തി നിന്നാണ് വാങ്ങിയത്. മെൽവിൻ പിന്നെ അടുത്തുള്ള ചെക്കനെ നോക്കി നല്ലപോലെ കോപ്പി അടിച്ചു. ഡേവിഡ് ഇതൊക്കെ ശ്രദ്ധിച്ചെങ്കിലും കാര്യമായി ഇടപെടാനും നിന്നില്ല. ഇതിനേക്കാൾ എത്രയോ കണ്ടതല്ലേ അവൻ. അന്നത്തെ എക്സാം എല്ലാവരും ഏകദേശം നന്നായിട്ട് എഴുതി. അതിനുശേഷം ശരത്ത് പിന്നെ ബിറ്റ് വെക്കാൻ നിന്നില്ല. തേജുവും തനുവും വിക്കിയും ഒരേ ക്ലാസ്സും ഒരുമിച്ച് തന്നെ ഇരിക്കുന്നത് കൊണ്ടും പ്ലാൻ ചെയ്ത് ഓരോ പാട്ടും ഓരോരോ ആളായി പഠിച്ചു. ചുരുക്കത്തിൽ പറഞ്ഞാൽ നല്ല വെൽ പ്ലാൻഡ് കോപ്പിയടി. മെൽവിനും ശരത്തും പൂജയും 3 ദിക്കിലായതുകൊണ്ട് അമ്മാതിരി പ്ലാനൊന്നും നടന്നില്ല. എന്നാലും എല്ലാവരും ആ ഒരാഴ്ച ബാക്കി എല്ലാ പണിയും മാറ്റിവെച്ച് പഠിത്തത്തിൽ മാത്രം ശ്രദ്ധിച്ചു. അതിനുശേഷമുള്ള പരീക്ഷകളൊക്കെ അവർ നന്നായി തകർത്തെഴുതി. ഓഹ്, പരീക്ഷ കഴിഞ്ഞപ്പോൾ എന്തൊരാശ്വാസം. വിക്കി, ഇനിയിപ്പോൾ ഒരാഴ്ച നാട്ടിൽ പോയി അടിച്ചു പൊളിക്കാം. പരീക്ഷ കഴിഞ്ഞ് ദീപാവലി ലീവ് ആയതുകൊണ്ട് തന്നെ എല്ലാവരും നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ഇട്ടു. ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനിനെ കാത്തിരിക്കുകയാണ് പിള്ളേർ. അവരുടെ കൂടെ തന്നെ മെൽവിനും ഹർഷനും ക്രിസ്റ്റിയും വന്നിട്ടുണ്ടായിരുന്നു. ഹർഷനും ക്രിസ്റ്റിയും നാട്ടിലേക്കാണ്. പക്ഷേ കോയമ്പത്തൂരായതുകൊണ്ട് വേറെ ട്രെയിനാണെന്ന് മാത്രം. അവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴായിരുന്നു ഇന്ദ്രൻ വന്നത്. അവനെ കണ്ടതും താനും മുഖം തിരിച്ചു. എന്താ ഇന്ദ്രേട്ടാ, നാട്ടിലേക്കാണോ? തേജ് ചോദിച്ചു. അല്ല, ഞാൻ വെറുതെ വന്നാ. നാളെയാണ് ഞങ്ങളുടെ ഐ വി. സോ ഇത്തവണ നാട്ടിലേക്കില്ല. ശരത്ത്, എന്തായാലും അത് നന്നായി. വെക്കേഷൻ സമയത്താകുമ്പോൾ എല്ലാവരും ഫ്രീ ആവുമല്ലോ. ഇന്ദ്രൻ തനുവിനൊന്നും പാളി നോക്കി. അവളെപ്പോഴും മുഖം കടന്നലൂത്തിയ ഭാവത്തിലാണ് വെച്ചുകൊണ്ടിരിക്കുന്നത്. എന്താടാ നിങ്ങൾക്കിടയിലെ പ്രശ്നം? ഹർഷൻ ഒന്നും അറിയാത്ത പോലെ ചോദിച്ചു. ഡാ, നീ ഒറ്റൊരുത്തം കാരണാ ഞാൻ ഈ പരുവത്തിലായത്. ഞാനോ? ആ അതെ. അതും പറഞ്ഞ് ഇന്ദ്രൻ അന്ന് നടന്ന സംഭവങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. അത് കേട്ടതും അവൻ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. തനു, നീ അതൊന്നും കാര്യാക്കണ്ട, അവൻ ചുമ്മാ പറഞ്ഞ. ഹർഷൻ അവളെ ആശ്വസിപ്പിച്ചു. എന്നിട്ട് എന്നോട് ഇതുവരെ അവരെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അതിന് പറയാനുള്ള ചാൻസ് കിട്ടണ്ടേ? ഇനി ഒന്നും പറയണ്ട. അതും പറഞ്ഞ് അവിടെ നിർത്തിയിട്ടിരിക്കുന്ന ട്രെയിനിൻ്റെ അകത്തേക്ക് അവൾ ഓടിക്കയറി. പിന്നാലെ ഇന്ദ്രനും പോയി. അവരുടെ പോക്കണ്ട് ബാക്കിയുള്ളവരും ചിരിച്ചുകൊണ്ട് നിന്നു. ഡീ തനു, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. അവൻ തിരിച്ചൊന്നും പറയാതെ പോയിക്കൊണ്ടേയിരുന്നു. കുറെ ദൂരം അതിനകത്ത് പോയതും ആരെയും കാണാതായപ്പോൾ അവൻ തിരിച്ചു പോകാൻ നിന്നതും അവൾ അവൻ്റെ കോളർ പിടിച്ച് വലിച്ച് ചാരി നിർത്തി. കുറെ നേരം അവൾ അവനെ ദേഷ്യത്തോടെ തന്നെ നോക്കിക്കൊണ്ട് നിന്നു. അവൻ പുരികം പൊക്കി എന്താണെന്ന് ചോദിച്ചപ്പോഴാണ് അവളും ചിരിച്ചത്. ഓഹ്, ഇപ്പോഴെങ്കിലും ചിരിച്ചല്ലോ. എന്തൊക്കെയായിരുന്നു ഇത്ര നാളും കാണിച്ചു കൂട്ടിയത്? ഐ വിൽ മിസ് യു ഇന്ദ്രേട്ടാ. അതും പറഞ്ഞ് അവൾ അവനെ കെട്ടിപ്പിടിച്ചു. അവനും അവളെ തിരിച്ചു പുണർന്നു. എന്താടി ഇത്, ഒരാഴ്ചയല്ലേ? എന്നാൽ എന്തോ ദിവസങ്ങളൊക്കെ പെട്ടെന്ന് പോണ പോലെ. ഈ വർഷത്തോടെ കഴിഞ്ഞില്ലെല്ലാം. ഇനിയിപ്പോൾ ഇന്ദ്രേട്ടനെ ഇതുപോലെ ദിവസം കാണാൻ പറ്റുമോ? അത് കേട്ടതും അവനൊന്നും പറഞ്ഞില്ല. അവളുടെ താടിയിൽ പിടിച്ച് മുഖമുയർത്തി. അവളുടെ കണ്ണൊക്കെ കലങ്ങിയിട്ടുണ്ടായിരുന്നു. അത് കണ്ടതും അവൻ അവളുടെ നെറ്റിയിലേക്ക് ചുണ്ടമർത്തി. ചുമ കരയെ നിൽക്കലടി പൊട്ടി. അതും പറഞ്ഞുകൊണ്ടവൻ അവളുടെ അധരങ്ങളെ നുകർന്നു. അവളും അവൻ്റെ മുടികളിലൂടെ വിരലോടിച്ച് മുറുകെ പിടിച്ചു. അവൻ അവളെ ഒന്നുകൂടെ ചേർത്ത് നിർത്തി. അവൾ അവളുടെ കാലിലെ പെരുവിരൽ ഊന്നി നിന്ന് അവൻ്റെ ചുംബനത്തിൽ ആഴ്ന്നിറങ്ങി. ഈ സമയം വെളിയിൽ. ഡി, അവർ പോയിട്ട് കുറേ നേരമായല്ലോ, എന്താ ഇനി കാണാത്തേ? പൂജ ചോദിച്ചു. ഇതെന്ത് ചോദ്യാടി, അവരവരുടെ സ്വർഗത്തിലായിരിക്കും. യു മീൻ? പൂജ ആക്ഷൻ കാണിച്ച് ചോദിച്ചു. ആ അതന്നെ. ഡി, അപ്പം നിനക്കൊന്നും ഇതുപോലെ കിട്ടിയിട്ടില്ലേ? ഇത് കേട്ടതും തേജു ഹർഷനെ നോക്കി. അവൻ അപ്പോഴും ക്രിസ്റ്റിയോടും ബാക്കി പിള്ളേരോടും പൊരിഞ്ഞ സംസാര. ആര്, ഹിറ്റ്ലറോ? ആ, അതൊക്കെ സ്വപ്നം കാണാനുള്ള യോഗ എനിക്കുള്ളൂ. ഇത്രയും ഗതികെട്ട ലോവേഴ്സിനെ വേറെ എവിടെ കാണാൻ കിട്ടും?
ഒന്ന് പോടി, നിനക്ക് ഇതേ ഗതി വരും, നോക്കിക്കോ. ഹർഷേട്ടനേക്കാളും മോശ ഡേവിഡ് സാറ്. ദേ അയാളെ കുറിച്ച് പറയാമെന്നുണ്ടല്ലോ. അപ്പോഴേക്കും ട്രെയിൻ വരുന്നതിന് അനൗൺസ്മെന്റ് വന്നു. എല്ലാവരും ബാഗ് തൂക്കി റെഡിയായി നിന്നു. തനു ഇന്ദ്രേട്ടനും അപ്പോഴാണ് വെളിയിലേക്ക് വന്നത്. 10 മിനിറ്റ് കഴിഞ്ഞതും ട്രെയിനും വന്നു. തേജു ട്രെയിനിൽ കയറിയെങ്കിലും പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ഹർഷനെ കണ്ടതും ഓടിപ്പോയി കവളിൽ ഉമ്മ കൊടുത്ത് തിരിച്ചു ഓടി വന്ന് ട്രെയിനിൽ കയറി. എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവൻ ഉമ്മ കൊടുത്തിൽ അവന് ദേഷ്യം വന്നെങ്കിലും പിന്നീട് അവൻ ചിരിച്ചു. തേജുവിനും പൂജയ്ക്കും ഒരടാറ് സർപ്രൈസ് ഓൺ ദി വേ ആണെന്ന് അറിയാതെ എല്ലാവരോടും ബൈ പറഞ്ഞ് അവർ യാത്രയായി. വീട്ടിലെത്തിയ ശേഷം ഫുൾ ആഘോഷങ്ങളായിരുന്നു. തേജുവിന്റെ അമ്മയും അച്ഛനും അവളെയും കൂട്ടി തറവാട്ടിലേക്ക് വന്നു. അങ്ങനെ കുറെ കാലത്തിന് ശേഷം അവിടെയുള്ള പെൺതരികൾക്ക് വന്ന് എല്ലാ കുടുംബവും ഒന്നിച്ച് ആ വീടിനൊരു ഉത്സവപ്പറമ്പാക്കി മാറ്റി. മുത്തശ്ശനും മുത്തശ്ശിക്ക് അവളെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. കാരണം കുടുംബത്തിലെ അവസാനത്തെ വിത്തല്ലേ. ഏട്ടന്മാരും വന്നതോടുകൂടി പിന്നെ അനിയത്തിമാരെയൊക്കെ പിടിച്ചാൽ കിട്ടില്ലെന്നുള്ള അവസ്ഥയായി. അവരെ ഒരാഴ്ച ലീവ് എടുക്കാൻ വെച്ച് ചുറ്റിക്കറങ്ങാനൊക്കെ പോയി. ആദ്യമൊക്കെ ഏട്ടന്മാർ ഹോസ്പിറ്റലിൽ ബിസിയാണെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ നോക്കിയെങ്കിലും തേജ് നിർബന്ധിച്ചപ്പോൾ അവർ സമ്മതിച്ചു. അങ്ങനെ 3-4 ദിവസമൊക്കെ നല്ല അടിപൊളിയായി ആഘോഷിച്ചു. പിറ്റേന്ന് രാവിലെയും ദിവാകരൻ, ദിവുയേട്ടെന്നും വിളിക്കും, പൂജ വന്നിട്ടുണ്ടെന്ന കാര്യം അറിഞ്ഞു വന്നത്. അതായത് പൂജയുടെ മുറച്ചെറുക്കൻ. മൂപ്പര് അന്നാട്ടിൽ വലിയ കൃഷിക്കാരനാണ്. അവനൊരു അനിയത്തിയുണ്ട്, നമ്മുടെ പ്രവിയേട്ടൻ്റെ മുറപ്പെണ്ണും കാമുകയായിട്ടുള്ള ശ്രീദിവ്യ. പൂജയുടെ ഏട്ടൻ പ്രവീൺ, ഓർമ്മയുണ്ടല്ലോ അല്ലേ? പൂജ വയസ്സറിയിച്ചെന്ന് വീട്ടുകാരൊക്കെ മാറ്റക്കല്യാണത്തിന് വാക്കുകൊടുത്ത. പ്രവീണിനെ ശ്രീദിവ്യയെ കൊണ്ട് കെട്ടിക്കാന്നും പൂജയെ ദിവാകരനെ കൊണ്ട് കെട്ടിക്കാന്നും. ദൈവസഹായം കൊണ്ട് പ്രവിയേട്ടനും ദിവ്യയും പെട്ടെന്ന് ലവേഴ്സായി. ദിവ്യേട്ടൻ്റെ കാര്യം കുറച്ച് കഷ്ടം. പൂജയെ കുറെ കാലമായി ലൈനടിച്ച് നടക്കുന്ന ആളാണ്. പക്ഷേ അവളുടെ വീഴുന്നു. അവനെ കണ്ടതും എല്ലാവരും വെളിയിലേക്ക് ചെന്ന് അവരകത്തേക്ക് ആനയിച്ചു. തരുവിനും തേജുവിനും ദിവ്യേട്ടനെ കണ്ടപ്പോൾ പൂജയ്ക്കിട്ടൊരു പണി കൊടുക്കാമെന്ന് തീരുമാനിച്ചു. അവർ വന്ന സംഭവം പൂജ ഇനിയും അറിഞ്ഞിട്ടില്ല. കുറെ നേരം അവരോടൊക്കെ സംസാരിച്ചു കഴിഞ്ഞ ശേഷം തനുവും തേജുവും അവരുടെ റൂമിലേക്ക് പോയി. പൂജ കുളിച്ചുകൊണ്ടിരിക്കുന്ന ബിസിയാണ്. ഡീ ഉണ്ടൂസേ, നിനക്കൊരു സർപ്രൈസ് ഉണ്ട്. സർപ്രൈസോ? എന്താടി? നിന്റെ ആള് വന്നിട്ടുണ്ട്. തേജു വെളിയിൽ നിന്നും ഉറക്കി വിളിച്ചു പറഞ്ഞു. ആരാടി? ഡേവിഡ് സാർ. അത് കേട്ടതും അവളൊന്ന് ഞെട്ടി. എടി ചുമ്മാ നോണാറേ നിൽക്കല്ലേ, ഒന്ന് പോണി. ഞാൻ സത്യമായിട്ടാ പറഞ്ഞേ, ഡേവിഡ് സാർ നമ്മുടെ ദേവേട്ടന്റെ ഫ്രണ്ടാണത്രേ. സത്യമാണ് ഈ പറയുന്നേ? ആടി, സാറിപ്പോ ടെറസിന് മുകളിലുണ്ട്, നീ വേഗം വാ, ഞങ്ങൾ പോണു. എടി നിക്ക്, ഞാൻ വരുന്നു, നീ മെല്ലെ വാ, ഞങ്ങൾ പോവാ. അതും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും തംസപ്പ് കാണിച്ച് നേരെ ദിവ്യേട്ടന്റെ അടുത്തേക്ക് പോയി. അയാളാണെങ്കിലോ ഷെൽഫിലുള്ള പൂജയുടെ ഫോട്ടോസ് നോക്കി വെള്ളമറക്കിക്കൊണ്ട് നിൽക്കുന്ന തിരക്കിലാണ്. ഹായ് ഏട്ടാ. ആഹാ, തനുവോളോ? അവളെ കണ്ടതും അവൻ പെട്ടെന്ന് ഫോട്ടോയിൽ നിന്ന് കണ്ണെടുത്തു. മതി ഏട്ടാ, പൂജ എങ്ങനെ നോക്കിയത്? ഒന്ന് പോടി, ഞാൻ എൻ്റെ മുറപ്പെണ്ണിനല്ലേ നോക്കിയത്. ആ അതൊക്കെ വിട്, നിങ്ങളുടെ മുറപ്പെണ്ണ് നിങ്ങളെ കാണുമെന്ന് പറഞ്ഞു. അതെയോ? അത് കേട്ടതും അവന് ബിരിയാണി കിട്ടിയ പോലെയായിരുന്നു. കാരണം പൂജ ഒരിക്കൽ പോലും അവന് മുഖം കൊടുത്ത് സംസാരിച്ചിട്ടില്ല. അവനെ കണ്ടാൽ തന്നെ അവൾ എന്തെങ്കിലുമൊക്കെ ഓരോ കാരണം പറഞ്ഞ് ഒഴിഞ്ഞു മാറും. എന്നാലും അവനതൊന്നൊരു പ്രശ്നമില്ലെന്ന രീതിയിൽ അവളുടെ പുറകെ ഒഴിപ്പിച്ചടക്കും. പുള്ളിക്കാരനോർത്ത് പേടിക്കുന്നു വേണ്ട കേട്ടോ. സത്യം പറഞ്ഞാൽ ഒരു കോമഡി പീസ് അത്ര തന്നെ. എല്ലാ കഥയിലും കാണുന്ന പോലെ ഇയാളൊരു വില്ലനാക്കി മാറ്റാനൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അതോർത്ത് നിങ്ങൾ പേടിക്കുന്നു വേണ്ട. ഇയാൾക്ക് അത്ര റോളൊന്നും ഇല്ല കേട്ടോ. എന്നിട്ട് എന്തിനാ ഇയാളെ ഞാനിപ്പോൾ ഇങ്ങോട്ട് വലിച്ചഴിച്ച് കൊണ്ടുവന്നതെന്നല്ലേ നിങ്ങൾ ആലോചിച്ച്? ഇയാളൊന്ന് ഓർമ്മിച്ചോളൂ, നമ്മുടെ ദിവ്യേട്ടനെ ആരും അണ്ടർസ്റ്റിമേറ്റ് ചെയ്യരുത്. അദ്ദേഹത്തെ നമുക്ക് ക്ലൈമാക്സിൽ വേണം. അവൾ നിങ്ങളോട് ടെറസിലേക്ക് വരാൻ പറഞ്ഞു. അത് കേൾക്കേണ്ട താമസം അവൻ ജെറ്റ് സ്പീഡിൽ ഓടി. ഇത് കണ്ട് തേജവും തനുവും പരസ്പരം നോക്കി ചിരിച്ചു. നമ്മുടെ ചങ്കുവായി മറ്റൊരാൾക്ക് പാരവെച്ച് കഴിഞ്ഞ ശേഷം നമ്മൾ ചിരിക്കില്ലേ, അതുപോലെ ഓർത്താൽ മതി. പൂജ നല്ലപോലെ മേക്കപ്പ് ഒക്കെ ചെയ്ത് ഒരു അടിപൊളി ധാവണി എടുത്ത് ചുറ്റി മുകളിലേക്ക് പോയി. എന്നാൽ അവൾക്ക് നല്ല സംശയം ഉണ്ടായിരുന്നു, ദേവേട്ടൻ എങ്ങനെ ഡേവിഡ് സാറിനെ അറിയുന്നതിൽ. എന്തായാലും അത് സത്യമാണോ അല്ലയോ എന്നറിയാൻ പോയി നോക്കാമെന്ന് അവളും തീരുമാനിച്ചു. മുകളിൽ പോയി അവൾ ചുറ്റും നോക്കിയപ്പോൾ കണ്ടത് ഒരു കോർണർ ഭാഗത്തായി ടെറസിന്റെ തട്ടിലിരിക്കുന്ന അവളുടെ പുന്നാര ദിവ്യേട്ടൻ. അയാളെ കണ്ട് തിരിഞ്ഞോടാൻ വേണ്ടി നിന്നും അയാൾ അവളെ വിളിച്ചു. പൂജ. ആ. അവൾ തിരിഞ്ഞെന്ന് ഒരു വളിഞ്ഞ ചിരിവാസാക്കി. എനിക്കറിയാം നീ എന്നെ വിളിക്കുന്നു, പറ എന്തിനാ എന്നെ കാണണമെന്ന് പറഞ്ഞേ? ഞാനോ? എപ്പോ? ഞാൻ വിളിച്ചില്ലല്ലോ. നീ പറഞ്ഞു എന്നാണല്ലോ അവര് പറഞ്ഞ്. ആര്? ആ തനുവും തേജു. എടി പ്രാന്തികളെ, ഇതിനായിരുന്നല്ലേ ഡേവിഡ് സാർ വന്നെന്ന് പറഞ്ഞ് എന്നെ ഇങ്ങോട്ട് കെട്ടിയിരുന്ന് വിളിച്ച്. എന്താ പൂജ ആലോചിക്കുന്നേ? ഒന്നില്ലേട്ടാ, എന്നാ പൊക്കോട്ടെ. ഒരു മിനിറ്റ്. അവൾ തിരിഞ്ഞതും അവന് വിളിച്ചു. ഈശ്വര, ഇനി എന്താണാവോ? ഐ ലവ് യു പൂജ, അവനൊരു നാണത്തോടെ പറഞ്ഞു. അത് കേട്ടിട്ട് അവൾക്ക് പൊട്ടിച്ചിരിക്കാനാണ് തോന്നിയത്. അവൻ നിലത്ത് തളം വരച്ചുകൊണ്ട് നിൽക്കുന്ന കണ്ടതും അവൾ ചിരിച്ചുകൊണ്ട് ഓടി. ആ ചിരി അവനൊരു സമ്മതമായിട്ടെടുത്തു. താഴെ പോയതും പൂജ ബാക്കി രണ്ടിനെ ഓടിച്ചിട്ട് തള്ളി. കൂടുതലും തേജുവിനായിരുന്നു കൊണ്ടത്. അവൾ നിർത്താൻ പറഞ്ഞിട്ടും ആര് കേൾക്കാൻ? അവസാനം മുത്തശ്ശൻ വന്ന് പൂജയുടെ ചെവിൽ പിടിച്ചതും കിട്ടിയ അവസരം പാഴാക്കാതെ തേജു ഓടി രക്ഷപ്പെട്ടു. അന്ന് വൈകുന്നേരം അടുക്കളയിൽ സ്ലാബിന് മുകളിൽ നിന്ന് അമ്മായിമാരത്ത് പാചകം ചെയ്യുന്ന നോക്കിക്കൊണ്ട് നിൽക്കുന്നതിനിടയിലായിരുന്നു തേജുവിന്റെ ഫോണിലേക്ക് ഹർഷം വിളിച്ചത്. അവന്റെ പേര് കണ്ടതും അവളൊന്ന് പരിങ്ങി.
അമ്മായി ഞാനിപ്പോൾ വരാവേ. അവൾ മെല്ലെ സ്കൂട്ടാവാൻ നോക്കി. ഡി എവിടേക്കാ പോണേ? ഫോൺ വന്നതും തനിച്ചു പോയി സംസാരിക്കാൻ മാത്രം ആയോ നീ? എന്തായിരുന്നാലും ഇവിടെ നിന്ന് സംസാരിച്ചാൽ മതി. അമ്മയുടെ കർശന നടപടി സ്വീകരിക്കുകയില്ലാതെ വേറെ വഴിയിലെന്ന് മനസ്സിലാക്കിയതും അവൾ കോൾ അറ്റൻഡ് ചെയ്തു. ആ ഹലോ ഹരിതേ. എല്ലാവരും അവൾ തന്നെ നോക്കുന്ന കണ്ടതും അവളൊന്ന് ട്രാക്ക് മാറ്റി. എന്ത് ഹരിതയോ? എടി ഞാൻ ഹർഷനാ. ആ അത് മനസ്സിലായടി. ഞാൻ എന്ത് ചെയ്യാനാടി? ഇവിടെ അമ്മായിമാരുടെ കൂടെ നിന്ന് പാചകം പഠിക്കുന്ന ബിസിയാ. ഓ അങ്ങനെ. അല്ല എന്ത് ഈ സമയം? ഒന്നുമില്ല, അച്ഛന് തീരെ വയ്യ. ഞാനാണെങ്കിൽ ആകെ മൂഡ് ഓഫാ, അതാ നിന്നെ വിളിച്ച്. നീയാവുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് എന്നെ കൂളാക്കില്ലേ? അത് കേട്ടതും തേജൊന്ന് ഞെട്ടി. ഹർഷൻ ഇത് പറഞ്ഞതും അവൾ അമ്മായിമാരേക്കൊന്ന് പാളി നോക്കി. അവരൊക്കെ പാചകം ചെയ്യുകയാണെങ്കിൽ പോലും ഇടയ്ക്കിടയ്ക്ക് അവളെ നോക്കുന്നുണ്ടായിരുന്നു. അയ്യോ അച്ഛനെന്ത് പറ്റി? ഏയ് പേടിക്കാനൊന്നുമില്ല. ഇന്നലെ അച്ഛന് ചെറുതായിട്ടൊന്ന് BP വേരിയേഷൻ വന്നുകൊണ്ട് ഇപ്പോൾ ഹോസ്പിറ്റലാ. ഇപ്പൊ ഏത് ഹോസ്പിറ്റലാ? അവൾ അതും പറഞ്ഞുകൊണ്ട് റൂമിലേക്ക് വന്നു. മൈക്കെയർ ഹോസ്പിറ്റൽ, കോയമ്പത്തൂർ. ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, നാളെ ഈവനിങ് ഡിസ്ചാർജ് ആവുന്ന പറഞ്ഞ്. പെട്ടെന്നായിരുന്നു താരിക്കേട്ടൻ, തനുവിന്റെ 2 ഏട്ടന്മാരിലൊന്ന്, ആ റൂമിലേക്ക് വന്ന്. ഹർഷേട്ടാ ഞാൻ പിന്നെ വിളിക്കാവേ. അതും പറഞ്ഞ് അവൾ ഫോൺ കട്ടാക്കി. എന്താടി ഒരു പരിക്കം? അവൻ റൂമിൽ വന്ന് ഷെൽഫ് നോക്കുന്നതിനിടയിൽ പറഞ്ഞു. ഏയ് എനിക്കെന്താ കുഴപ്പം? ഒന്നുമില്ലല്ലോ. ഈടായിട്ട് കുറച്ച് കുഴപ്പങ്ങളൊക്കെ കൂടുന്നുണ്ടോ എന്നൊരു സംശയം. ഒന്ന് പോയേട്ടാ. അല്ല എന്താ തിരയുന്നേ? അതൊക്കെ അറിഞ്ഞിട്ട് നീ എന്ത് ചെയ്യാനാ? ഓഹ് ഞാനൊന്നും ചോദിക്കുന്നില്ലേ. അവൻ കുറേ നേരം എന്തൊക്കെയോ എവിടേക്കോ തേടി അവസാനം ബെഡിനടിയിൽ കിടക്കുന്ന ജീൻസ് പാൻറ് എടുത്തിട്ട് പോയി. തേജു അപ്പോൾ തന്നെ ഹർഷന്റെ ഫോണിലേക്ക് വിളിച്ചു. പക്ഷേ ബിസിന്ന് കാണിച്ചു. അവൻ അത് പറഞ്ഞാൽ പിന്നെ അവൾക്ക് ആകെ ഒരു മൂഡ് ഓഫ് ആയി. വിശദമായിട്ടൊന്നും ചോദിക്കാൻ പോലും പറ്റിയില്ലെന്നോർത്ത് നല്ല വിഷമം തോന്നി. ഈ സമയത്ത് അവൻ്റെ അടുത്തുണ്ടെങ്കിൽ അവനെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കാമായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാൻ, രണ്ടുപേരും 2 ദിശയിലായി പോയില്ലേ. ഇനി കുറച്ച് ദിവസം കഴിഞ്ഞിട്ടല്ലേ കാണാൻ പറ്റൂ. ഡീ എന്താലോചിച്ചിരിക്കുക, വാ കഴിക്കാം. തനു വന്ന് വിളിച്ചപ്പോഴാണ് അവൾ ആലോചനയിൽ നിന്ന് ഉണർന്നത്. അവൾ പെട്ടെന്ന് കണ്ണൊക്കെ തുടച്ച് ബെഡിൽ നിന്ന് എണീറ്റു. എന്താടി മുഖമൊക്കെ വല്ലാണ്ടിരിക്കുന്നേ? ഏയ് ഒന്നുമില്ലടി, വയറുവേദന അതാ. ആ സമയത്ത് വായിൽ വന്ന ഒരു നുണ അങ്ങ് തട്ടിവിട്ടു. എന്താ ഡേറ്റ് ആയോ? ആ അതെ. സാറില്ല, വാ വന്ന് എന്തെങ്കിലും കഴിക്കാൻ നോക്ക്, അല്ലെങ്കിൽ വേദന കൂടും. അപ്പോൾ അച്ഛാ ഞങ്ങൾ നാളെ തന്നെ പോകും കോയമ്പത്തൂരിലേക്ക്, മുരളി പറഞ്ഞു, തേജുവിൻ്റെ അച്ഛൻ. ആ പേര് കേട്ടതും തേജു അച്ഛനും നോക്കി. അച്ഛൻ അതേ ഹോസ്പിറ്റലിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന കാര്യം അവൾക്ക് അപ്പോഴാണ് ഓർമ്മ വന്നത്. അതെന്താ മുരളി, വന്നിട്ട് 4 ദിവസം പോലും ആയിട്ടില്ലല്ലോ? ഇല്ല അച്ഛാ, ഹോസ്പിറ്റലിൽ കുറച്ച് തിരക്കുണ്ട് അതാ. ശരി, ഹോസ്പിറ്റലിൻ്റെ കാര്യത്തിൽ ഞാനൊന്നും പറയുന്നില്ല. പക്ഷേ തേജുവിനെ ഇവിടെ നിർത്തണം. പെണ്ണിനെ കണ്ടിട്ട് കൊതിർന്നിട്ടില്ല അതാ. മുത്തശ്ശൻ അവളുടെ തലയിലൊന്ന് തഴുകിക്കൊണ്ട് പറഞ്ഞു. അത് സാരല്ല അച്ഛാ, അവളെ ഇവിടെ തന്നെ നിർത്തിക്കോളാം. അടുത്ത ആഴ്ച 3 പേരും കൂടി ഒന്നിച്ച് കോളേജിൽ പോയിക്കോട്ടെ. അച്ഛൻ തേജുവിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. അച്ഛാ ഞാൻ വേട്ടെ ഹോസ്പിറ്റലിലേക്ക്? അത് കേട്ടതും എല്ലാവരും അവളെ നോക്കി. മോള് നീയോ? നീ എന്തിനിപ്പോൾ അങ്ങോട്ട് വരുന്നേ? പ്ലീസ് അച്ഛാ, എനിക്ക് അവിടേക്കൊന്ന് കാണാൻ തോന്നുക. ഇത് കേട്ടതും എല്ലാവരും ചിരിച്ചു. എന്തെങ്ങനെ ചിരിക്കുന്നേ? പിന്നെ ചിരിക്കാതിരിക്കുമോ മോളെ? ഹോസ്പിറ്റലിന്റെ മണം കേട്ടാലേ തല ചുറ്റുന്ന ആളാ നീ. അങ്ങനെയുള്ള ആളാ അവിടെ പോണെന്ന് പറയുന്നേ. ഒന്ന് പോ മുത്തശ്ശി. അച്ഛാ നാളെ ഒരേ ഒരു ദിവസം പ്ലീസ്. എന്നിട്ട് വൈകുന്നേരം എന്നെ ബസ് കയറ്റി വിട്ടാൽ മതി. ഞാൻ ഇവിടേക്ക് തന്നെ വന്നോളാം. അത് വേണോ മോളെ? മോനെ മുരളി, അവളൊരാഗ്രഹം പറഞ്ഞല്ലേ, അവളെ ഒന്ന് കൊണ്ടുപോയി കാണിച്ചു കൊടുക്ക്. മുത്തശ്ശൻ പറഞ്ഞാൽ പിന്നെ മറുവാക്കില്ലെന്നറിയാം. അതുകൊണ്ട് അദ്ദേഹം അനുസരിച്ചു. തുടരും.